ബഹുമാനപ്പെട്ട ഉസ്താദ് ഇ.കെ. അബൂബക്കർ ഹാജി അവർകൾ ഈ പ്രദേശത്തിന്റെയും ഇതിന്റെ പരിസരങ്ങളിലുള്ള നിരവധി മഹല്ലുകളുടെയും ഖാദിയായ നമ്മുടെ ഉസ്താദ് അവർകൾ വളരെ ചുരുങ്ങിയ വാക്കിൽ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ഒരു ആശംസ ഭാഷണം നടത്തുന്നതാണ്. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ-ഫായിസീന ബിറിദല്ലാഹ്. ഈ സദസ്സിന്റെ അധ്യക്ഷൻ, നമ്മുടെ വിശിഷ്ട അതിഥി, അനുഗ്രഹീത പ്രഭാഷകനായ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ, മറ്റ് വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, സദസ്സും നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന സമദ് സാഹിബിന്റെ പ്രസംഗം. അൻസാർ മാഷ് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരുപാട് വിഷയങ്ങൾ നമ്മളോട് സംസാരിച്ചു. ഞാനിവിടെ ഒരു ദുആന്റെ ഉത്തരവാദിത്തമായിരുന്നു, എനിക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ട് ഒരു 12 കാര്യങ്ങൾ മാത്രം നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ 90-ാം വാർഷികം ഈ അടുത്ത ഫെബ്രുവരിയിൽ വളരെ ഗംഭീരമായി അത് നടക്കുകയാണ്. ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുമ്പോൾ ദീനിന്റെ ആധികാരികമായ ഒരു സംഘടനയാണ് അത്. ഇവിടെ 90% ആളുകളും ആ നേതൃത്വത്തെയാണ് സ്വീകരിക്കേണ്ടത്. ഇവിടെ പെറ്റ് വീഴുന്ന മക്കളും 90% വരെ ആ ഒരു ആശയ ആദർശത്തിലാണ് ഇവിടെ പെറ്റ് വീഴുന്നത്. പിന്നെ അതിനുശേഷം കുറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയെടുക്കുക എന്നല്ല, അതാണ് അടിസ്ഥാനം. അപ്പൊ സമസ്തയുടെ കീഴിൽ നമ്മൾ അണിനിരക്കലാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി. മറ്റിപ്പോ എല്ലാവർക്കും സ്വാതന്ത്ര്യം പറയാം, എന്തും എഴുതാം, എന്തും പ്രസംഗിക്കാം. നമ്മൾ ആദ്യം നമ്മുടെ വിവരക്കേട്, ആദ്യമായി വിവരം ഉണ്ട് എന്ന് പറയുന്ന ആളുകളും നമ്മുടെ വിവരം മനസ്സിലാക്കണം. വിവരക്കേടിന് കുഴപ്പമില്ല. ജഹ്ല് മുറക്കബ് എന്ന് പറയുന്ന ഒരു വിവരക്കേടുണ്ട്. ഞാൻ വിവരമില്ലാത്തവനാണ് എന്ന ബോധം ഇല്ലാത്ത ആളുകളെ കുറിച്ചാണ് ജഹ്ല് മുറക്കബീങ്ങൾ എന്ന് പറയുന്നത്. മഹാനായ ശൈഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് മഹാനവറുകൾ ഒരു സമയത്ത് തന്റെ അനുജൻ ഹസൻ മുസ്ലിയാരുടെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ മകൾക്കൊരു പുതിയാപ്പിള്ള എടുക്കുമ്പോ ഒരു പണ്ഡിതൻ എന്നുള്ള നിലക്ക് ഒരു പണ്ഡിതനായ പുതിയാപ്പിള്ളല്ലേ നിങ്ങൾ എടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞ മറുപടി, ആരാടാ പണ്ഡിതൻ? ഇനി ഞാനൊക്കെ പണ്ഡിതനാ? നമ്മളൊക്കെ കൂടി പറഞ്ഞാൽ ഒരു തമ്മീസുള്ള ജാഹിൽ എന്നതിന്റെ അപ്പുറത്ത് നമുക്കെന്തറിവാണ് ഉള്ളത് എന്ന് മഹാനവറുകൾ ചോദിച്ചത് സാന്ദർഭികമായി ഞാൻ എന്നെയും എന്നെപ്പോലെയുള്ള ആളുകളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനൊരിക്കൽ ചാവട്ട് പള്ളിയുടെ ആവശ്യാർത്ഥം കുവൈത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ പ്രധാനിയായ ഷേഖ് റിഫായി
എന്ന് പറയുന്നൊരു വലിയ മഹാനുണ്ട്, ഒരു സുന്നി പണ്ഡിതൻ. അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസിന്റെ പരമ്പരയിൽപ്പെട്ട ആളാണ്, വലിയ മഹാനാണ്. അപ്പൊ അദ്ദേഹത്തിനൊരു എഴുത്ത് വാങ്ങാൻ വേണ്ടി വീട്ടിൽ ചെന്ന് ശാരീരസേലമിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ അതിന്റെ താഴെ ഇരുന്ന് കാലെടുത്ത വണ്ടിയിൽ വെച്ചൊന്ന് ഇങ്ങനെ ചെറുങ്ങനെ ചടയിൽ കൊടുത്തപ്പോ ഇങ്ങനെ ഇരുന്നു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പോവുകയാണ്, ഇവിടുന്ന് എഴുത്ത് തരണം, വേർക്കുകയും വേണം. ഇൻഷാ അല്ലാഹ് ഞാൻ നന്ദിയിൽ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്, അവിടുന്ന് ലെറ്റർ പേഡിൽ അവിടെ എഴുതി വെക്കാണെന്ന് വാങ്ങിക്കുന്നത്. ഇപ്പൊ രണ്ടാമത് ഞാൻ പറഞ്ഞൊരു കാര്യം, ബഹുമാനപ്പെട്ടവരെ, ഞാൻ വളരെ ചെറുപ്പം മുതൽക്ക് ഒരുപാട് പഠിച്ചിട്ടില്ലെങ്കിലും വള്ളിട്ട ഉസർ ഊരിയത് മുതൽ പള്ളിന്റെ കാര്യങ്ങളുമായി നടക്കുന്ന ഒരാളാണ്. പക്ഷെ ഇതുവരെയും ഒരു ഉറച്ച നിലപാടുണ്ടായിട്ടില്ല. എന്താണ് ഒരു അർത്ഥം തോന്നുന്നില്ല എന്റെ പ്രവൃത്തികൾക്കൊന്നും. അതുകൊണ്ട് ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് ചെല്ലാൻ പറഞ്ഞു തരണം, ഇതാണ് ഉദ്ദേശം. അപ്പൊ എന്താ നമുക്കൊരു ചെയ്തതെന്നറിയോ? എന്റെ അനുഭവം, രണ്ട് കണ്ണൊന്നും കണ്ണീരിങ് വിളിച്ച്, ഞാൻ ഇന്നേക്കാൾ വലിയ അബദ്ധത്തിലുള്ള ആളാണല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ എളിമയും താഴ്മയും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാനിത് പറഞ്ഞതാണ്. ഇതെന്നോട് നേരിട്ട് പറഞ്ഞതാണ്. എന്റെ കയ്യിലൊന്നുമില്ലടോ, ഞാൻ ാണ്, ഞാൻ എന്ത് പറഞ്ഞു തരാനായി എന്ന് പറഞ്ഞിട്ട് രണ്ട് കണ്ണിൽ നിന്നും കണ്ണീരിങ് വിളിക്കുകയാണ്. ഞാൻ നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട സമദ് സാഹിബ് ഇരിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ദീനും ദീനിന്റെ ദഅവത്തും എന്നാണോ കടന്നു വന്നതെങ്കിൽ അതിന്റെ ശരിയായ പതിപ്പാണ് സമസ്തയുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് എല്ലാവരും സമസ്തയുടെ നേതൃത്വത്തെ അംഗീകരിക്കാം. നേരത്തെ അൻസാർ മാഷ് പറഞ്ഞതുപോലെ അറിയാതെ പെട്ടുപോയ നമ്മളിങ്ങനെ ഛിന്നം ഭിന്നമാകുമ്പോ എങ്ങോട്ടേക്കൊക്കെ യുക്തിവാദികൾ ഇവിടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇവിടെ നിനക്ക് പോകാൻ കഴിയുമോ? ഒരു കാസറ്റ് കേട്ട്, അതല്ലെങ്കിൽ ഒരു സദസ്സിൽ ഇരുന്ന് കേട്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലേഖനം വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ആളുകൾ ഗൾഫിൽ, പ്രത്യേകിച്ച് ഖത്തറിലൊക്കെ പോയി വന്നാൽ അവരുടെ മുഖങ്ങളൊക്കെ മാറുകയാണ്. ഈമാനല്ലേ ഇത്? നമ്മുടെ ആഖിറത്തോട് ബന്ധപ്പെട്ട കാര്യമല്ലേ ഇത്? നമ്മുടെ പാസ്പോർട്ടിന്റെ വിഷയമല്ലേ? ഇതെന്താ നിങ്ങൾ കണക്കിലെടുക്കാത്തത്? ഓരോരുത്തർ പറഞ്ഞാൽ അതേ രീതിയിലായിരിക്കും, ആ രീതിയിലേക്കൊന്നും മാറണ്ട. ചേകനൂർ മൗലവി ബാഖിയാത്ത് സാലിഹാത്തിൽ നിന്ന് ബിരുദമെടുത്ത ആള് എന്നല്ല, അന്നത്തെ മഹാനായ വലിയ പണ്ഡിതൻ ഇ കെ ഹസൻ മുസ്ലിയാരുടെ മേലെയാണ് അദ്ദേഹത്തിന്റെ ബുദ്ധിയും ചിന്തയൊക്കെ. പിന്നീട് അയാൾ മുജാഹിദിലേക്ക് വന്ന്, മുജാഹിദീങ്ങൾക്ക് എടുത്ത് പൊറപ്പിക്കാൻ സാധിക്കാതെ അയാൾ ഓല് പുറത്തു വിട്ട് പിന്നെ വേറെ ഏതോ സംഘടനയിലേക്ക് പോയി. പിന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി. അതുകൊണ്ട് നമ്മൾ പിടിച്ചത് ശരിക്കുള്ള പുളിക്കമ്പാണ് സുഹൃത്തുക്കളെ. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ഖുർആൻ ഹദീസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഖുർആൻ ഹദീസ് കൊണ്ടും കാര്യമായില്ല. പിന്നെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ഒരു പ്രാർത്ഥന നിർബന്ധമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ മുസ്തഖീമായ തരീഖിൽ സഞ്ചരിച്ചവരുടെ ഒരു പാത ഖുർആനും ഹദീസും തന്നെ. അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ അവരുടെ പാത അനുസരിച്ച്, അവർ സ്വീകരിച്ചതനുസരിച്ച് നമുക്കത് സ്വീകരിക്കാൻ കഴിയും. കിതാബിൽ നോക്കിയാൽ ഇപ്പൊ എന്തൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങ് പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ സാധാരണക്കാർക്ക് ദീനുണ്ടാകുമോ? ഈ പറയുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുമോ? അപ്പൊ നമ്മൾ ഒരു ഉറച്ച തീരുമാനം എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. നിർബന്ധമായും അത് ചൊല്ലാനും അല്ലാഹു തആല കൽപ്പിച്ചു. ആ മുസ്തഖീമായ തരീഖ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇവിടുന്ന് വഫാത്താകുമ്പോൾ ഈ ദീനിനെ ഏൽപ്പിച്ച ഒരു കക്ഷികളുണ്ട്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തര അവകാശികളാണവര്. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, അള്ളാഹുവിനെ അറിയുന്ന മഹാരഥന്മാർ.
ആലിം എന്നതുകൊണ്ട് മാത്രമായില്ല, അവർ അള്ളാഹുവിനെ അറിയുന്ന ഉഖ്റവിയായ പണ്ഡിതന്മാർ. മഹാനായ ഖാജ മുഈനുദ്ദീനുൽ ജിരി അൽ അജ്മീരി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് റസൂലുള്ളാഹിന്റെ പ്രത്യേക സ്വപ്നം മുഖേന പരിശുദ്ധമായ ദീനിന്റെ ദഅവത്തുമായി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഈ വിധ കോലാഹലങ്ങളിൽ കൂടി എല്ലാ മഹാനവറുകളുടെ പ്രബോധനം ഉണ്ടായത് ഇസ്ലാമിന്റെ യഥാർത്ഥ രീതി അനുസരിച്ച് മഹാനവറുകളങ്ങ് ജീവിക്കുന്നത് കണ്ടപ്പോൾ 90 ലക്ഷം വരുന്ന ആളുകളാണ് മഹാനവറുകളുടെ കൈയായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് ദീനിന്റെ കാര്യത്തിൽ അങ്ങോട്ട് മറിഞ്ഞ് ഇങ്ങോട്ട് മറിഞ്ഞ് ഇതായി അവസാനം ഈമാനില്ലാണ്ട് ഇവിടുന്ന് മരിച്ചുകൊണ്ടൊരു ഗതികേട് വരുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് സംസാരിക്കാനുള്ള കഴിവും കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകുമ്പോൾ വക്കീലുമാർ വാദിക്കുന്നത് പോലെ അപ്പുറം നിന്ന് വാദിച്ചാൽ അവസാനം ഈമാനില്ലാണ്ട് ചാവേണ്ടുന്നൊരു ഗതികേട് വരും. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളോടും വളരെ ആത്മാർത്ഥമായി പറയാനുള്ളത്, അറിയാണ്ട് പെട്ടുപോകണ്ട. നമുക്ക് നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതാണ് ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ പാത. രോഗമുള്ള കണ്ണുകൊണ്ട്, രോഗമുള്ള മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോഴാണ് അതിന് തകരാറ് സംഭവിക്കുക. അതുകൊണ്ട് അത് നമ്മൾ മുറുകെ പിടിക്കുക. സമസ്തയുടെ സമ്മേളനം ഇൻഷാ അല്ലാഹ് ഈ അടുത്ത ഫെബ്രുവരിയിൽ ആലപ്പുഴയിൽ വെച്ച് നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വളരെ ഗംഭീരമായ ഒരു സമ്മേളനമായിരിക്കും അത്. നമ്മളൊക്കെ കഴിവിന്റെ പരമാവധി ഇവിടെ എത്തിപ്പെടാൻ സാധിക്കുന്ന രോഗികളല്ലാത്ത, അനാരോഗ്യം കൊണ്ട് വിഷമിക്കുന്നവരല്ലാത്ത, പ്രായക്കാരല്ലാത്ത എല്ലാ ആളുകളും 100 കൊല്ലം അത് രൂപീകരിച്ചിട്ട് ഇതുവരെ ഒരു പോറൽ അതിന് സംഭവിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ തന്നെയാണ് എന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. അതിലൊന്നും ആളും സംശയിക്കേണ്ട. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ മഹാനവറുകളുടെ വഫാത്തിന്റെ സമയത്ത് ഞാൻ സമീപത്തുണ്ട്. ഞാൻ അന്ന് ചെറുപ്പമാണെങ്കിലും 972-73 മഹാനവറുകൾ വഫാത്തായ ആ സമയം വെള്ളിയാഴ്ച രാവ് മസ്ജിദുൽ ഹറാമിൽ ഇമാം ജമാഅത്ത് നിസ്കാരം നടന്നതിന് ശേഷം ഭക്ഷണം കഴിച്ച് കിടന്നപ്പോഴാണ് ഒരു നെഞ്ഞുവേദന അനുഭവപ്പെട്ടത്. ബഹുമാന്യനായ ഒരു കാലഘട്ടത്തിലെ സമസ്തയുടെ പ്രസിഡന്റ് കെ കെ ഹസ്രത്ത്, അതുപോലെ ഒട്ടനവധി പണ്ഡിതന്മാര്, ഒരുപാട് ആളുകൾ, സത്താർ സാഹിബിനെ പോലെയുള്ള ആളുകളൊക്കെ ഹജ്ജിനുള്ള ആ ദിവസം, ആ കൊല്ലം മഹാനവറുകൾ ഇന്നലെ വന്ന് ഡോക്ടറെ വിളിക്കാൻ വേണ്ടി, അന്ന് ക്യാപ്റ്റനായി വന്നത് തലശ്ശേരിക്കാരൻ ഉമർ ഖാൻ എന്ന് പറയുന്ന ആളാണ്. ഇപ്പോൾ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു കെ കെ ഹസ്രത്തിനെ വിളിക്കുന്ന പറഞ്ഞു. കെ കെ ഹസ്രത്തിനെ വിളിച്ച് അടുത്തിരുത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ എന്റെ രക്ഷിതാവിലേക്ക് പോവുകയാണ്. വിഷമിക്കേണ്ട, ഡോക്ടറെ വിളിക്കണ്ട, ഇവിടെ ഇരുന്നാൽ മതി. അവിടെ ഇരുന്ന് ശിക്ക് ലാ ഇലാഹ ഇല്ലാ എന്ന കലിമത്ത് തൗഹീദ് പരിസരത്തിരിക്കുന്നവരൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് ചൊല്ലി വഫാത്തായ മഹാനായ ബാഫഖ് തങ്ങൾ അന്ന് സമസ്തയുടെ ഖജാൻജിയാണ്. പട്ടിക്കാട് ജാമിയ കോളേജിന്റെ സ്ഥാപക നേതാക്കളിൽപ്പെട്ട ആളാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് സുബഹി ബാങ്കിന്റെ ജവാബായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ച മഹാന്മാരാണ്. എന്തിനേടെ പറയുന്നു, നമ്മുടെ ഇടയിലൊക്കെ നമ്മൾ പറയുന്നത് കേട്ട് ജീവിച്ച് മരിക്കുന്ന ആളുകൾ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊരു പിഴച്ച മാറല്ല എന്ന് ഖുർആനും നോക്കാതെ കണ്ട് തന്നെ സാധാരണക്കാരെ ഒരുപാട് നേർച്ചകളും സംഭാവനകളൊക്കെ കൊടുക്കുന്നവരും കഴിക്കുന്നവരാണല്ലോ നമ്മളിൽപ്പെട്ട. ഒരു 4 ദിവസം മുമ്പ് എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് താഴേക്കല്ലങ്കൻ എന്ന് പറയുന്ന ഒരാൾ മരിച്ചിട്ടുണ്ട്. അയാള് കാറ്റാക്കിറക്കാത്ത സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അങ്ങേയറ്റം 100% അംഗീകരിക്കുകയും അല്ലാത്ത എന്തിനേയും എതിർക്കുന്ന ഒരാളാണ്.
അദ്ദേഹം മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുമ്പോ അതും ചൊല്ലി ഇങ്ങനെ വന്ന് 100 രൂപ തലക്കാൻ്റെ ഉള്ളിൽ വെച്ച് പള്ളിയിൽ ഉസ്താദിന് കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കിടന്നിട്ടാ മരിച്ചത്. അപ്പൊ ഇതൊക്കെ നമുക്ക് അനുഭവം, ഇതല്ലേ കുറച്ചല്ല ഇങ്ങനെ ചിന്തിച്ചൂടെ? എല്ലാം ഖുർആനിലും ഹദീസിലും സാധാരണക്കാരായ ആളുകൾക്ക് നമുക്ക് നോക്കലല്ല. നമുക്ക് അല്ലാഹു തആല ബുദ്ധി തന്നിട്ടില്ലേ? അതുകൊണ്ട് എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, നമുക്ക് പിടിക്കാനുള്ള കയറ്, അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ആ മഹാപണ്ഡിത സഭയുടെ നേതൃത്വം അംഗീകരിക്കാതെ പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് നീങ്ങിയാൽ നമ്മൾ ഇതൊക്കെ ചാടും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എങ്ങനെങ്കിലും എങ്ങനെ കണ്ടേനൊക്കെ ഇങ്ങനെ വിമർശിക്കുക, വലിയ വലിയ ആളുകളൊക്കെ ഇങ്ങനെ കുറ്റം പറയുക തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഈ അവസാനം നമ്മളെ നാവ് വളരെ വടക്കായിട്ട് കലിമ ചെല്ലാൻ സാധിക്കാതെ എത്ര കാര്യമായ ആൾക്കാർ സ്വയബുദ്ധിയില്ലാതെ മറന്നുപോയി എന്തൊക്കെ കോലക്കേടിലൊക്കെ മരിക്കുന്നു കാര്യമായ ആളുകൾ. അതേസമയത്ത് പരമജാഹിലീങ്ങൾ നല്ല ദിക്റോടുകൂടി ചൊല്ലി മരിക്കുന്നു. അപ്പൊ ഒരുപാട് വിവരം എന്നുള്ളതല്ല സാധാരണക്കാരായ നമുക്ക് വേണ്ടത്. അല്ലാഹുമ്മ ഈമാനൻ കഈമാനിൽ അജായിസി. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അമീറുൽ മുഅ്മിനീനാണ്. മുഅ്മിനീങ്ങളുടെ തലവനും നേതാവുമായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു എത്തിച്ചത്, അല്ലാഹുവേ വയസ്സത്തി പെണ്ണുങ്ങളുടെ ഈമാൻ പോലത്തെ ഈമാൻ എനിക്ക് തരണേ എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജവാസ് മോശമാക്കരുത്, പാസ്പോർട്ട് നഷ്ടപ്പെടുത്തരുത്. എല്ലാവരും ബഹുമാനപ്പെട്ട സമസ്ത കേരള ഉലമയും അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.